പി സി ജോർജ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരം വഞ്ചിയൂർ മജിസ്ട്രേറ്റിന് മുന്നിലാണ്. മജിസ്ട്രേറ്റിന് ചേംബറിൽ അല്പസമയം മുമ്പാണ് പി സി ജോർജിനെ ഹാജരാക്കിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വഞ്ചിയൂരിൽ അവിടെ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പി സി ജോർജിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വൈദ്യപരിശോധന കഴിഞ്ഞിറങ്ങിയ പി സി ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജയിലിൽ പോകാൻ തയ്യാറായിട്ട് അങ്ങനൊരു സാധനം അറിയത്തില്ല. എനിക്കിപ്പോ ജനം സുരക്ഷ തരുമോ സംശയം വേണം. ഇരട്ട നീതിയല്ല, ക്രൂരതയാണ്. ഒരു ക്രൂരതയാണ്. ഇതൊരു ക്രൂരതയാണ്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാൻ പോവായിരുന്നു. യാതൊരു സംശയം വേണ്ട. ബി ജെ പിയുടെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ, ബി ജെ പിയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. രണ്ടും ഒരുമിച്ച് വേട്ടയാടും. രണ്ടുപേർക്കും വിഷമമാണ്. ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? സതീശൻ പിണറായി കൂട്ടുകെട്ടാണ് തന്നെ ഈ വിഷയത്തിൽ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത്. ബി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, കോടതി നടപടികൾ തുടരുകയാണ് എന്നറിയുന്നു. മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഇപ്പോൾ പി സി ജോർജ് ഉണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കോടതി നടപടികൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പരിശോധിക്കുന്നത്. പി സി ജോർജിന്റെ റിമാൻഡ് ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ നൽകിയ ജാമ്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ലംഘിക്കുന്ന തരത്തിലായിരുന്നു പി സി ജോർജിന്റെ രണ്ടാമത്തെ പ്രസംഗം. വെണ്ണലയിലെ പ്രസംഗം ആദ്യത്തെ ജാമ്യം റദ്ദാക്കുന്നതിന് കാരണമായിട്ടുള്ള വസ്തുതകളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ജാമ്യം റദ്ദാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് പി സി ജോർജ് ഇരുവിഭാഗം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രസംഗങ്ങൾ ബോധപൂർവമുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പി സി ജോർജിനെ ജാമ്യം അനുവദിക്കരുത്, അല്ലെങ്കിൽ റിമാൻഡ് ഒഴിവാക്കരുത് എന്ന നിലയ്ക്കുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പി സി ജോർജ് പല ഘട്ടങ്ങളിലായി ഈ പ്രസംഗങ്ങൾ നടത്തുന്നത് ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ്. സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലാണ് പി സി ജോർജിന്റെ പ്രസംഗങ്ങൾ. അതുകൊണ്ട് തന്നെ റിമാൻഡ് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജാമ്യം റദ്ദായ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലേക്കുള്ള പി സി ജോർജിന്റെ നീക്കം. അവിടെ 10:15 മണിയോടുകൂടി ഈ ഹർജി പരിഗണിക്കുമെന്നാണ് പി സി ജോർജിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. ശാസ്ത്രമംഗലം അജിത്താണ് പി സി ജോർജിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് 10:15 മണിയോടുകൂടി അവിടെ ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കും എന്നാണ്. അതിനു മുൻപ് പി സി ജോർജ് റിമാൻഡിലായാൽ സ്വാഭാവികമായും ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ച് അത് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായിരിക്കും. കാരണം വലിയ വിമർശനം സർക്കാർ ഈ കാര്യങ്ങളിൽ ഏറ്റുവാങ്ങുന്നുണ്ട്. പി സി ജോർജിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് നാടകമാണ് എന്ന ഒരു ആക്ഷേപമാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കാര്യമാണെന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപമായി പറഞ്ഞത്. പ്രത്യേകിച്ച് തൃക്കാക്കര ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിലപാടുകൾ ഉറച്ചതാണെന്ന് തെളിയിക്കേണ്ടത് ബാധ്യത സർക്കാരിനുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു മണിക്കൂർ പി സി ജോർജിനെ ജയിലിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ്. അതിനുശേഷം സർക്കാരിന് അതൊരു വലിയ അവകാശവാദമായി മാറും. കാരണം പി സി ജോർജിനെ ജയിലിലടച്ച സർക്കാരാണ്. പി സി ജോർജിനാകട്ടെ രാഷ്ട്രീയമായി മറ്റ് നീക്കങ്ങളാണുള്ളത്, മറ്റ് ലക്ഷ്യങ്ങളാണുള്ളത്. ബി ജെ പിയുമായി കൂടുതൽ അടുക്കുക. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആശുപത്രിയിൽ വൈദ്യപരിശോധന കഴിഞ്ഞുള്ള പ്രസ്താവനയിൽ തന്നെ അത് വ്യക്തമാണ്. ബി ജെ പി ആത്മാർത്ഥമായി തന്നെ പിന്തുണയ്ക്കുന്നു. എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്ന് തന്നെ വേട്ടയാടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സതീശനും ഒരുമിച്ച് ചേർന്നാണ് തന്നെ വേട്ടയാടുന്നത്. അവരാണ് ഈ നീക്കം നടത്തുന്നതെന്ന് പി സി ജോർജ് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് ഒരു വിദ്വേഷ പ്രസംഗമോ അതിലെ അറസ്റ്റോ റിമാൻഡോ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നീക്കത്തിന്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന വലിയൊരു രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ബി ജെ പി പ്രവർത്തകർ വഴിനീളെ പി സി ജോർജിന് സ്വീകരണം നൽകുന്ന സാഹചര്യം, അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ചീമുട്ട എറിയുന്ന സാഹചര്യം, എസ് ഡി പി യുടെയും പി ഡി പി യുടെയും പ്രതിഷേധ സമരങ്ങൾ, പി സി ജോർജിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ, ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ ഇത് സംഭവിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു രാഷ്ട്രീയ
നീക്കമാണ്, മറ്റൊരു ധ്രുവീകരണ സാധ്യതകളാണ് പലരും ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമാണ്. ഏതായിരുന്നാലും ഇന്ന് ഇപ്പോൾ ഈ കേസിൽ വരുന്ന നടപടികൾ, കോടതി നടപടികൾ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് രാത്രി 2 മണിയോടുകൂടി, പുലർച്ചെ 2 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോൾ അപ്പോൾ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. APPയെ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് 2 മണിക്ക് തന്നെ APP ഇങ്ങനെ മജിസ്ട്രേറ്റിന് വീട്ടിന് മുന്നിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് PC ജോർജിന് ജാമ്യം ലഭിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായി വാദമുഖങ്ങൾ ഉന്നയിക്കാത്തത് കൊണ്ടാണ് PC ജോർജിന് ജാമ്യം ലഭിച്ചത് എന്നായിരുന്നു. ഏതായിരുന്നാലും അതിന് ആ ഒരു ആരോപണം ഒഴിവാക്കുന്നതിന് വേണ്ടി PC ജോർജിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ ഈ കോടതി നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് ശ്രമിച്ചത്. പക്ഷേ അത് ഇന്ന് രാവിലെ 7 മണി എന്നതിലേക്ക് മാറുകയായിരുന്നു. 7 മണിക്ക് തന്നെ സാധാരണ നിലയിൽ നമുക്കറിയാം കോടതി സമയത്താണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ ആകുന്നില്ല. അങ്ങനെയെങ്കിൽ കോടതി സമയം തുടങ്ങിയ ശേഷം PC ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് തുറന്ന കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ മതിയാകും. പക്ഷേ അതിന് പകരം നേരത്തെ തന്നെ സാധാരണഗതിയിൽ കോടതി പിരിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷമാണ് 5 മണിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ പ്രതികളെ ജഡ്ജിയുടെ വീട്ടിൽ എത്തിച്ച് ഹാജരാക്കുന്നത്. ഇത് നേരെ വ്യത്യസ്തമായി കോടതി ചേരാൻ ഇരിക്കെ അതിനു മുൻപ് തന്നെ മജിസ്ട്രേറ്റിന്റെ ഒരു സേവനം ആവശ്യപ്പെടുകയും പ്രത്യേക അപേക്ഷ നൽകി ഈ കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് PC ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യം. ഏതായിരുന്നാലും ഈ കേസിൽ റിമാൻഡ് എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യത്തെ ജാമ്യം റദ്ദാകുന്നു, രണ്ടാമത് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത്തരം ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല റിമാൻഡ് റിപ്പോർട്ടിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗുരുതരമാണ്. ഒരു പ്രതിക്കെതിരെ പോലീസ് എഴുതി നൽകുന്നത് ബോധപൂർവം സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇരു വിഭാഗം ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു, മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ PC-ക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് വിവരം. അങ്ങനെ റിമാൻഡ് റിപ്പോർട്ട്, ശക്തമായ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഏതാനും PC ജോർജ് റിമാൻഡിൽ, വളരെ പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ്. PC ജോർജ് റിമാൻഡിൽ, PC ജോർജ് ജയിലിലേക്ക് എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ PC-യെ ഹാജരാക്കുകയും ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗത്തിൽ PC-യെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം. 14 ദിവസത്തേക്കാണ് PC-യുടെ റിമാൻഡ് കാലാവധി. VV അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ, തീരുമാനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് PC ജോർജ് റിമാൻഡിലായിരിക്കുന്നു. അദ്ദേഹം നമ്മൾ സ്വാഭാവികമായും ഈ കേസിൽ പ്രതീക്ഷ തന്നെ സംഭവിച്ചിരിക്കുന്നു. PC ജോർജിന്റെ വാദങ്ങൾ, PC ജോർജിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കസ്റ്റഡിയിൽ വിടണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തന്നെയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. PC ജോർജ് റിമാൻഡിൽ. സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാവുകയാണ്. അതും വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഇന്നലെയാണ് എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായതാണ്. PC ജോർജും ആ കാര്യം നമ്മോട് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിനെ ജയിലിലേക്ക് അയക്കും. സബ് ജയിലിലേക്കാണോ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിമാൻഡ് തടവുകാരെ സബ് ജയിലിലേക്കാണ് അയക്കുന്നത്. പക്ഷേ അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ നേതാവാണ്, VIP പരിഗണന നൽകേണ്ട ആളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ സെൻട്രൽ ജയിലിലേക്ക് അയച്ചാലും അതിശയപ്പെടാനില്ല. ഏതായാലും ആ കാര്യത്തിന് അല്പസമയത്തിനകം തീരുമാനമാകും. കോടതി നടപടികൾ പൂർത്തിയാക്കി PC ജോർജ് അല്പസമയത്തിനകം പുറത്തേക്ക് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PC ജോർജിന് തന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്, PC-യുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. PC ജോർജിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വാദമാണ് PC ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. പോലീസ് വേട്ടയാടുന്നു, ഇന്നലെ സംഭവിച്ചത് അതാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ പോലീസിനെ ആദ്യഘട്ടത്തിൽ PC ജോർജ് കോടതിയിൽ കുറ്റം പറഞ്ഞില്ല. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചയുള്ള അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചില്ല. പകരം പോലീസ് തന്നെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം പിന്നെ രണ്ടാം ഘട്ടത്തിൽ PC ജോർജ് ഉന്നയിച്ചു. പോലീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലെ മർദ്ദനമോ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടോ, ഭയമുണ്ടോ എന്ന ചോദ്യം കോടതി PC ജോർജിനോട് ചോദിച്ചു. അത്തരത്തിൽ ഒന്നിനെയും തനിക്ക് ഭയമില്ല എന്ന മറുപടിയാണ് PC ജോർജ് നൽകിയത്. തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ സബ് ജയിലിലേക്ക്, സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും PC ജോർജ് റിമാൻഡിലായിരിക്കുന്നു. അല്പസമയത്തിനും അദ്ദേഹത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക്
മാറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയമായി വളരെ പ്രത്യാഘാതം ഉണ്ടാക്കാനിടയുള്ള ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ കൃത്യമായ രാഷ്ട്രീയ മറുപടിയാണ് ഇത്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്ക് ഒരു തരത്തിലും ഒരു ഇളവും നൽകില്ലെന്ന രാഷ്ട്രീയ മറുപടിയാണ് സർക്കാർ നൽകുന്നത്. പക്ഷേ അത് BJPക്ക് വലിയ രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന് ഉറപ്പാണ്. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. നേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ BJP കാലങ്ങളായി ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയം, BJP പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അതാണ് PC ജോർജ് ഉന്നയിച്ചത്. അതുകൊണ്ട് ആ വിഷയത്തിലാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രോസിക്യൂട്ടർ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. ഗ്ലാസ് താക്കും. ഒരു മിനിറ്റ്. എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ്. എന്താ തീരുമാനം? റിമാൻഡ് ചെയ്തു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? എന്താണ് കോടതി പറഞ്ഞത്? ഒരു കാര്യം കൂടെ, കസ്റ്റഡി ആവശ്യപ്പെട്ടോ? പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇതാ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് വേണം മനസ്സിലാക്കാൻ. പോലീസിന്റെ വാഹനം ഇപ്പോൾ PC ജോർജ് ജയിലിലേക്കാണ് PC ജോർജിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ കൊണ്ടപ്പോൾ പോലീസിന്റെ വാഹനവ്യൂഹം ജില്ലയിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ PC ജോർജ് ജയിലിലേക്ക് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കിയ PC ജോർജിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ജയിലിലേക്ക് PC ജോർജിനെ കൊണ്ടുപോകുന്നു. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. PC ജോർജ് ഒടുവിൽ വിദ്വേഷ പ്രസംഗത്തിൽ ജയിലിലാവുന്ന സാഹചര്യം. വളരെ കൃത്യമായ നീക്കങ്ങളിലൂടെ പോലീസ്, സർക്കാർ സംവിധാനങ്ങൾ PCയെ ജയിലിലടയ്ക്കുന്നു. ആ തരത്തിൽ ഇനിയുള്ള PCക്ക് മുന്നിലുള്ള വഴി ഹൈക്കോടതിക്ക് മുന്നിലുള്ള ഹർജിയാണ്, ജാമ്യ ഹർജിയാണ്. അതിന്മേൽ തീരുമാനം വന്നാൽ അതൊരുപക്ഷെ അനുകൂലമായാൽ ആ തരത്തിൽ PCക്ക് പുറത്തിറങ്ങാം. പക്ഷേ അപ്പോഴും ഏതാനും സമയമെങ്കിലും ജയിലിൽ ചിലവഴിക്കേണ്ട സാഹചര്യം PCക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. വിദ്വേഷ പ്രസംഗ കേസിൽ ജയിലിലടച്ചു PC ജോർജിനെ എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു വിശകലനം ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തേണ്ടി വരും. ഏതായാലും PC തൻ്റെ മനസ്സ് തുറന്നു കഴിഞ്ഞു. BJP ആത്മാർത്ഥമായി തന്നെ പിന്തുണച്ചു, ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ തൻ്റെ അറസ്റ്റ് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് PC ജോർജ് പറഞ്ഞു വെച്ചത്.